In today's class, we are going to discuss about algebraic expression of Caldor model. Caldor model ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനാണ് പറയുന്നത്. അപ്പോൾ കാൽഡർ മോഡലിനകത്ത് കാൽഡർ അദ്ദേഹത്തിൻ്റെ തിയറി തിയറി ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി കെയ്ൻസിൻ്റെ തിയറി ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് നാഷണൽ ഇൻകം is classified into two different types. It include wages and profit. Wages ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടുമാണ് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വേജസ് ആർ ഏൺഡ് ബൈ മാനുവൽ ലേബേഴ്സ് ആൻഡ് സാലറീസ് കിട്ടുന്നവർക്കും വേജസ് ആണ് കിട്ടുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, ഇതിനൊക്കെ കിട്ടുന്നത് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ കെയ്ൻസിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി കെയ്ൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കെയ്ൻസിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്തിരിക്കുന്നത്. ഇവിടെ കെയ്ൻസിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അനുസരിച്ച് സേവിങ്സ് ഇസ് ഇക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആണെന്നാണ് കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ IS മോഡലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സേവിങ്സ് ഇസ് ഇക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന്. അതിനുശേഷം അതിനകത്ത് S=I എന്ന് പറയുന്നത് സേവിങ്സ് ഇസിക്കൽ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സേവിങ്സിന് ആണ് S കൊടുത്തിരിക്കുന്നത്. I മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഓക്കെ, വൈ എന്ന് പറഞ്ഞ നാഷണൽ ഇൻകം ആണ്. Y=W+P. Y=W+P എന്ന് പറയുന്ന ഇക്വേഷൻ 2 ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നാഷണൽ ഇൻകം is distributed in the form of wages and profit. W stands for wages and P stands for profit. Y is the national income here. ഓക്കെ, നൗ ടോട്ടൽ സേവിങ്സ് ഓഫ് ദ എക്കോണമി. അപ്പോൾ ഈ വേജസിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും മാത്രമാണ് ആൾക്കാർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. വേജസ് കിട്ടുന്നവർക്കും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നവർക്കും സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വേജസ് കിട്ടുന്ന ആൾക്കാർ സേവ് ചെയ്യുന്നത് S വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സേവിങ്സിനെ കാണിക്കുന്നത് S ആണ്. SW എന്ന് പറയുന്നത് വേജസ് സേവ് ചെയ്യുന്നവരുടെയും SP എന്ന് പറയുന്നത് പ്രോഫിറ്റ് സേവ് ചെയ്യുന്നവരുടെയാണ്. ഓക്കെ, S=SW+SP എന്ന് നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോൾ S=I ആണ്. ഓക്കെ, സേവിങ്സ് ഇസിക്വൽ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ സേവിങ്സ് ഇവിടെ കാൽഡറിൻ്റെ മോഡലിൽ സേവിങ്സ് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സേവിങ്സ് ഇൻ ദ ഫോം ഓഫ് വേജസ് ആൻഡ് സേവിങ്സ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആണെങ്കിൽ S=I ആണെങ്കിൽ നമുക്ക് I=SW+SP എന്ന് എഴുതാം. എന്തിനാണ് അവിടെ I എഴുതിയിരിക്കുന്നത്? ബിക്കോസ് S=I, സേവിങ്സ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു സേവിങ് വേജസ് പ്ലസ് സേവിങ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ഇനി SWനെ നമ്മൾ SW×W എന്ന് എഴുതി, SPയെ നമ്മൾ SP×P എന്ന് എഴുതി. അപ്പോൾ സേവിങ് വേജസിനെ സേവിങ് വേജസ് ഇൻറ്റു വേജസ് എന്നും സേവിങ് പ്രോഫിറ്റിനെ സേവിങ് പ്രോഫിറ്റ് ഇൻറ്റു പ്രോഫിറ്റ് എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻറ്റു വേജസ് ആൻഡ് പ്രോഫിറ്റ്, ദറ്റ് ഈസ് Y=W+P എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് W, ഇപ്പോൾ Y=W+P ആണെങ്കിൽ അതിനകത്തൊന്ന് വേജസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W=Y-P. W വേജസ് ആ ഇക്വേഷനകത്തൊന്ന് വേജസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. Y=W+P എന്ന് പറയുന്ന ഇക്വേഷനകത്തൊന്ന് വേജസ് കണ്ടുപിടിക്കാനായിട്ട് W=Y-P ചെയ്താൽ മതി. ഓക്കെ, ഇനി I= നമ്മൾ ആദ്യമേ പറഞ്ഞ I=SW+SP എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ആ I= നമ്മൾ SWനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് എന്താണ്? SW×W എന്നാണ്. ഓക്കെ, അപ്പോൾ SWനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് SW×W എന്നാണ്. SWനെ വി ഡിനോട്ട് SWനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് SW×W എന്നാണ്. ആൻഡ് SPയെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് SP×P എന്നാണ്. സോ ഇവിടെ നമ്മൾ SWന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് SW×W ആണ്. ലൈക്ക് വൈസ് SPക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് SP×P ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു Y=W+P ആണ്. അപ്പോൾ W=Y-P ആണ്. സോ ഇവിടെ W ഉണ്ട്. Wന് നമ്മൾ SW×W+SP×P ആണ് നമുക്ക് I എന്ന് കിട്ടിയിരിക്കുന്നത്. ആ Iന്ന് നമ്മൾ
ഡബ്ല്യുവിനെ നമ്മൾ വേജസിനെ നമ്മൾ വൈ മൈനസ് പി എന്ന് എഴുതുന്നു. ഐ ഇസിക്കൽ ടു എസ് ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യുവിനെ നമ്മൾ എന്തെന്ന് എഴുതുന്നു, വൈ മൈനസ് പി എന്ന് എഴുതുന്നു, പ്ലസ് എസ് പി ഇൻറ്റു പി, പ്ലസ് എസ് പി ഇൻറ്റു പി അതേ കണക്ക് എഴുതുന്നു. ഇനി ഐ ഇസിക്കൽ ടു, ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, എസ് ഡബ്ല്യു വൈ മൈനസ് പി എന്ന് പറയുന്ന ഇക്വേഷനകത്തുനിന്ന് എസ് ഡബ്ല്യു വെച്ച് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എസ് ഡബ്ല്യു വൈ കിട്ടും. എസ് ഡബ്ല്യു മൈനസ് ഇക്വേഷനകത്തുള്ള മൈനസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു, എസ് ഡബ്ല്യു പി കിട്ടും. എസ് ഡബ്ല്യു വൈ മൈനസ് എസ് ഡബ്ല്യു പി, ഓക്കെ, പ്ലസ് എസ് പി ഇൻറ്റു പി. എസ് പി ഇൻറ്റു പി ഓൾവേസ് റിപ്പീറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എസ് ഡബ്ല്യു വൈ മൈനസ് എസ് ഡബ്ല്യു പി പ്ലസ് എസ് പി ഇൻറ്റു പി. ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ പി ഉള്ള ടേംസ്, ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഉണ്ട്, പി ഉള്ളതിനെയെല്ലാം നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അതായത് എസ് പി ഇൻറ്റു പി, ഓക്കെ, മൈനസ് എസ് ഡബ്ല്യു പി അത് കണക്കി പ്ലസ് എസ് ഡബ്ല്യു വൈ. ഇക്വേഷൻ ഒന്ന് സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് റീഅറേഞ്ച് ഇൻ ടേംസ് ഓഫ് പി. പി ഉള്ളത് വെച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നൗ ഐ ഇസിക്കൽ ടു നമ്മൾ ചെയ്യുന്നത് എന്തോ, കോമൺ, പി ഇവിടെ കോമൺ ആണ്, സോ നമ്മൾ പി കോമൺ എടുത്തു. അതായത് എസ് പി ഇൻറ്റു പിയിൽ കോമൺ ആയിട്ടുള്ള ലെറ്റർ പി ആണ്, പി കോമൺ എടുത്തു, ഓക്കെ, മൈനസ് എസ് പി മൈനസ് എസ് ഡബ്ല്യു. ഈ ഇക്വേഷനകത്ത് കോമൺ ആയിട്ടുള്ള ലെറ്റർ പി ആണ്, പിയെ നമ്മൾ കോമൺ എടുത്തു. എന്നിട്ട് പി കോമൺ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ടേംസ് നമ്മൾ എഴുതുന്നു. പിനെ കോമൺ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എന്തൊക്കെയാണ്, ഇവിടെ എസ് പി ഉണ്ട്, മൈനസ് ഉണ്ട്, എസ് ഡബ്ല്യു ഉണ്ട്. ഇവിടെ പി എന്താ എഴുതാൻ, ഈ പി ഇവിടെയും കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ അങ്ങ് എടുത്തു, പ്ലസ് എസ് ഡബ്ല്യു വൈ. എസ് ഡബ്ല്യു വൈ എവിടെ നിന്ന് വന്ന്, താണ്ട് എസ് ഡബ്ല്യു വൈ നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇവിടെ കൊടുത്തു, അതിനുശേഷം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എസ് ഡബ്ല്യു വൈ കൊടുത്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ എൻറ്റയർ ഇക്വേഷനെ നമ്മൾ വൈ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ഇക്വേഷനെല്ലാം വൈ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം ആണ്, നാഷണൽ ഇൻകം വെച്ച് ഡിവൈഡ് ചെയ്തു. നേരത്തെ കിട്ടിയ ഇക്വേഷനെ നമ്മൾ നാഷണൽ ഇൻകം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഐ ബൈ, അതിന് വേണ്ടിയിട്ട് ആ ഇക്വേഷനകത്തെല്ലാം നമ്മൾ വൈ ടേം ഡിനോമിനേറ്ററിൽ കൊടുക്കണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഐ ബൈ വൈ ഇസ് ഇക്വൽ ടു പി ബൈ വൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു പ്ലസ് എസ് ഡബ്ല്യു വൈ ബൈ വൈ. അപ്പോൾ അവിടെ രണ്ടിടത്തും വൈ വൈ ഉണ്ട്, സോ വൈ വൈ ക്യാൻസലായി പോയി. ദെൻ വി ആർ അഗെയിൻ റൈറ്റിംഗ് ദ ഇക്വേഷൻ ആസ് ഐ ബൈ വൈ ഇസ് ഇക്വൽ ടു പി ബൈ വൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു പ്ലസ് എസ് ഡബ്ല്യു, ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് LHSലോട്ട് കൊണ്ടുവരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് നമ്മൾ പ്രോഫിറ്റ് കൊണ്ടുവരുന്നു, ബാക്കിയെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പി ബൈ വൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈക്വൽ ടു ഐ ബൈ വൈ, ദസ് ഐ ബൈ വൈ ഇവിടെ വന്നു, മൈനസ് എസ് ഡബ്ല്യു നമ്മൾ മൈനസ് ചെയ്തു. എങ്ങനെയാണ് എസ് ഡബ്ല്യു മൈനസ് ആയത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഐ ബൈ വൈ എന്ന് പറയുന്ന സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ LHS കിടക്കുന്ന സംഭവത്തിലേക്ക് എസ് ഡബ്ല്യു നമ്മൾ കൊണ്ടുവന്നു. എസ് ഡബ്ല്യു കൊണ്ടുവരുമ്പോൾ അവിടെ പ്ലസ് എസ് ഡബ്ല്യു ആണ്, അത് ഇപ്പുറത്തോട്ടാകുമ്പോൾ ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു എന്നാവും, ഓക്കെ. ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ബൈ വൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു, അങ്ങനെ എഴുതാം. ഇനി നോക്ക്, പി ബൈ വൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഇസ് ഇക്വൽ ടു ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്തുനിന്ന് നമ്മൾ പി ബൈ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ബൈ വൈ ഇസ് ഇക്വൽ ടു എസ് പി മൈനസ് എസ് ഡബ്ല്യു അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് എന്ന് ഇൻഡിക്കേറ്റ് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ ഇവിടെ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓക്കെ, 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ആയിട്ട് അത് മാറും. ഡിവൈഡ് ചെയ്യാനായിട്ട് 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു, ദിസ് പി ബൈ വൈ ഇവിടെ തന്നെ കിടക്കും. ഈ എസ് പി മൈനസ് എസ് ഡബ്ല്യു മാത്രം ഇക്വേഷൻ ഇസിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് പോകും. ഇസിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അവിടോട്ട് വരുമ്പോൾ അത് ഡിവൈഡ് ആവും. ബാക്കിയെല്ലാം അതേ കണക്ക്, ഇത് മാത്രം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുന്നു, അത്രേ ഉള്ളൂ. ഇനി നോക്കി, അപ്പോൾ പി ബൈ വൈ വന്നു, 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു വന്നു, ഐ ബൈ വൈ മൈനസ് എസ് ഡബ്ല്യു. ഇനി ഇവിടെ 1 ബൈ എസ് പി മൈനസ് എസ് ഡബ്ല്യു ഈ രണ്ട് ബ്രാക്കറ്റ് ചേർത്ത്